മക്കളെ ധൃതി വെച്ചുള്ള ഓട്ടപ്പാച്ചിലാണ്. കാരണം എന്താ, നമ്മളിന്നൊരു സിനിമയ്ക്ക് പോകാനുള്ള തീരുമാനം എടുത്ത് നേരെ തീരുമാനം എടുത്തത് 12 മണിക്ക് റെഡിയായി ഇറങ്ങി എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് 12:55 1:15 സിനിമ തുടങ്ങുന്നത്. നേരെ ഞങ്ങൾ ഓടി റോഡിൽ വന്ന് നിന്ന്. ഇനി പിന്നെ ബസ് കാത്തു നിൽക്കില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ബസ് വന്ന് സോനുവിനാണ് സീറ്റും കിട്ടി. എനിക്കാണെങ്കിൽ ശോകം നിന്ന് ശോകം അടിച്ച്. ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഒറ്റ പേടി മാത്രമേ എനിക്കുള്ളായിരുന്നു. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഫസ്റ്റ് സീറ്റാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മൾ സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ട് നേരെ പോക്കോണൊക്കെ മേടിച്ചുകൊണ്ടാണ് ഉള്ളിൽ കയറിയത്. നന്ദു ഉള്ളതുകൊണ്ടേ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ലല്ലോ അവിടെ കയറി കഴിഞ്ഞാൽ. നന്ദുവിൻ്റെ സ്വഭാവം, നന്ദു ആണ് അടിപൊളി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. തുടരും സിനിമ കാണാനാണ് നമ്മൾ വന്നത്. ഈ ഒരു രക്ഷയില്ലാത്ത പടം, അടിപൊളി പടം, ഫാമിലി എൻ്റർടൈൻ മൂവി തന്നെയാണ്, എല്ലാവരും പോയി കാണാം. പക്ഷെ നമുക്ക് പേഴ്സണലി കുറച്ച് വിഷമം അതിനകത്തുണ്ടായി. കണ്ണ് കാണാത്തൊക്കെ കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെ തന്നെ ഓർത്തു. കാരണം അമ്മയുടെ അതേ ഒരു അവസ്ഥയിൽ പോലൊക്കെ അതിനകത്ത് ഓരോ സീനുകൾ കണ്ടപ്പം അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലായി. നേരെ ഞാൻ ഇറങ്ങി. നന്ദുവാണെ ഉറക്കം, കാരണം നന്ദുവിന് ഐസ്ക്രീം മേടിച്ചില്ല. എനിക്കും സോനുവിന് മാത്രം ഐസ്ക്രീം മേടിച്ചു. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ നന്ദു ഉണന്നോ എന്നൊരു പേടിയുണ്ടായിരുന്നു. നന്ദു ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ വീണ്ടും തുടരും എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിയേറ്ററിൽ നിന്ന്. അപ്പോഴത്തേക്കും നന്ദു ഉണർന്നു. നന്ദുവിന് ഞാനൊരു ഫ്രൂട്ടിയും ലേസും ഒക്കെ മേടിച്ചു. മഴക്കോള് കണ്ട് ഞാൻ പേടിച്ചു പോയി. ഞങ്ങൾ വീടെത്തിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.